ഹായ് ഗായ്സ്. അപ്പോ നമ്മൾ ഇന്ന് അർജന്റീനയുടെ പാക്ക് മേടിക്കാൻ പോവാ. കുറച്ച് നാളായിട്ട് വിചാരിക്കണതാണ്. നമ്മളങ്ങനെ പൈസ ഒന്നും കൊടുത്ത് കോയിൻ മേടിക്കലില്ല, കളിച്ചുണ്ടാക്കിയതാടാ. അപ്പോ 1500 കോയിൻ ഇന്നായി. 1500 കോയിൻ്റെ ഇപ്പായിട്ടുള്ളൂ. അപ്പോ നമുക്ക് എന്തായാലും അർജന്റീനയുടെ പാക്ക് ചൂടോടെ മേടിക്കാം. അർജന്റീനയുടെ പാക്ക് മാത്രമല്ല, പോർച്ചുഗലിന്റെയും മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴേക്കും സമയം തീർന്നില്ലെങ്കിൽ നമ്മൾ അതും മേടിക്കും. അർജന്റീനയുടെ പാക്ക് നമ്മൾ ഇതാ. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഈ ഫുട്ബോൾ പി സിയില് നമ്മൾ അങ്ങനെ അർജന്റീനയുടെ പാക്ക് മേടിക്കാൻ പോവാ. ഇപ്പൊ നമ്മളുടെ എത്ര കോയിൻ ഉണ്ട്? 1490. ഓക്കെ, ലെറ്റ്സ് ഗോ. എവിടെ കോൺട്രാക്ട്? എവിടെ? നമ്മള് അർജന്റീനയുടെ പാക്ക് മേടിക്കാൻ പോവാണ് ഗൈസ്. ഹാപ്പിനെസ്, വലിയൊരു ഹാപ്പിനെസ്. അത് ഗെയിമേഴ്സിന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇതിന്റെ ഹാപ്പിനെസ് എന്തായാലും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗ്രാഫിക്സ് വല്ലതും ഉണ്ടാ? എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, മെസ്സി കഴിഞ്ഞ കഴിഞ്ഞ എടോ 1500 കോയിനാടോ പറഞ്ഞ. പി സിയിലെങ്കിൽ ഇത്തിരി ഇല്ല, ഫോണിൽ എങ്ങനെയാണെന്ന് അറിയാം. പി സിയിൽ ഇച്ചിരി അടിപൊളിയായിട്ട് കിട്ടും വിചാരിച്ചു, കിട്ടിയില്ല. ഓക്കെ, നമുക്ക് മെഷീനെ കിട്ടി. റൊമേറോ, ഡിപ്പോൾ, ഫെർണാണ്ടസ്, ഒട്ടമണ്ടി, പിന്നെ ഗർണാച്ചോ. ഈ ഗർണാച്ചോന്റെ ഈ കാർഡ് ഇത്തിരി നല്ല നൈസ് കാർഡാണ്. ഗർണാച്ചോന്റെ ഈ കാർഡ് ബാക്കിയുള്ളതിനേക്കാളും. ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു പി ഒ ടിയിൽ ഇത്തിരി കൂടി നല്ലത് വന്നിട്ടുണ്ട്. ഈ ഫ്രീ കിട്ടിയ കാർഡുകളില്ലേ, അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും മികച്ചതാണ് ഈ ഗർണാച്ചോന്റെ കാർഡ്. പിന്നെ ഒബ്വിയസ്ലി മെസ്സി. യെസ്, കണ്ടിന്യൂ. അയ്യോ, അങ്ങനല്ല, കണ്ടിന്യൂ. കണ്ടിന്യൂ. ഓക്കെ, നമ്മൾ അർജന്റീനയുടെ പാക്ക് മേടിച്ചു ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാരും മറ്റേ വിനീത് ശ്രീനിവാസൻ പറയും, എല്ലാരോടും പറയണം, എല്ലാരും അറിയണം. അതാണ് അതിന്റെ ഒരു മര്യാദ. അറിയാണ്ട കാര്യം റിലീസ് ആവല്ലേ. ഓക്കെ, നമ്മുടെ മെസ്സിനെ കൈയോടെ ട്രെയിൻ ചെയ്യാൻ പോവാ. അതന്നെ ഓട്ടോ ലൊക്കേറ്റ് കൊടുക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ആട്ടാ ലാപ്പില്. ഈ ഫുട്ബോൾ പീസില് ട്രെയിൻ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ കാണാം, നല്ല രസാ. അറിയണവര് കണ്ടിട്ടേ കാര്യമുള്ളൂ ഇതൊക്കെ. നമ്മള് നേരെ ഓട്ടോ ലൊക്കേറ്റ് കൊടുക്കാൻ പോണ ആൾക്കാരാ. അപ്പൊ ഇതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. ഇച്ചിരി പിസ്കനാ. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്, ആടാ സ്പീഡ് ഭയങ്കര കുറവല്ലേ. മ്യൂസിക് സ്പീഡ് കുറവാണ്. 79 സ്പീഡ് ഉള്ളൂ. ഓട്ടോ ലൊക്കേറ്റ് കൊടുക്കാൻ ഇങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ, ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ നല്ലല്ലോ കണ്ടിട്ടുള്ള. വേറെ ഉണ്ടോ ഒറ്റ മിനിറ്റ്. ഡിസപ്പോയിന്റഡ് ആയോ ഞാൻ കുറച്ച്? ഇല്ല, പ്രശ്നമില്ല. ഇങ്ങനൊക്കെ തന്നെയായിരുന്നു ഞാനും കണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പൊ സാരില്ല, വിഷമില്ല. ഞാൻ എപ്പോഴാണ് സത്യം പറഞ്ഞാൽ നോക്കണത്. ഓ ഇതൊന്ന് ജി കെ വന്നത് ഡിഫൻഡിങ് ഇരുന്നോട്ട് കാണുന്നു. ഓട്ടോലൊക്കെല്ലാം ഒന്നാണ് ജി കെ വൺ. വേണ്ട, ഡിഫൻഡിങ്ങിൽ എടുക്കട്ടെ. മെസ്സി നന്നായിട്ട് ഡിഫൻഡ് ചെയ്യും. ഡിഫൻഡിങ്ങിൽ പറഞ്ഞാൽ പോട്ടെ. ഇതാണ് കഷ്ടം. ഇങ്ങനെ ഒരു പാസില്ലേ, ലോ പാസിന്റെ ഓഫ്സൈഡ് പാസിന് കുറവ്.
ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിനി ഇതില് distraction. നമുക്കിനി മാർട്ടിനസിനെയും പിന്നെ ഡിപ്പോള് അടിപൊളി. കറണ്ട് പോയി. ഞാൻ എന്ന് വീഡിയോ എടുത്തു നിന്നാലും ഇതന്നെ പ്രശ്നം. എന്നൊക്കെ വീഡിയോ എടുത്തുണ്ടോ, ഈ ഫുട്ബോളിന്റെ വീഡിയോ എടുത്തുണ്ടോ, അന്നൊക്കെ കറണ്ട് പോയിട്ടുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പൊ ഗൈസ്, നമ്മളെ കറണ്ട് വന്നു. കുറച്ച് നേരം എടുത്തു കറണ്ട് വരാൻ. അപ്പോ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമുക്കിനി ചെറിയൊരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട്. അതായത് നമ്മള് നമ്മുടെ മെസ്സിനെ സ്ക്വാഡിലേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചടങ്ങിലോട്ട് അങ്ങോട്ട് കിടക്കാം. ഞാൻ 1-2 പേരെ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്തിരുന്നു. അതായത് ഗർനാച്ചോ, അതേപോലെ റൊമേറോ, പിന്നെ മെസ്സി. ഈ 3 പേരെ മാത്രമേ ഞാൻ ആകെ എന്താ പറയുക ട്രെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സണ്ണിനെ മാറ്റാം. സണ്ണ് എന്തായാലും ഫോമില്ല. സണ്ണിനെ മാറ്റിയിട്ട് മെസ്സി. ഓക്കെ, മെസ്സിനെ നമുക്ക് എല്ലാവരും കയറ്റിട്ട് സാധനം ഒരു മെസ്സിനെ സ്ക്വാഡ് ചെയ്തിട്ടാ. സർപ്രൈസ് അങ്ങോട്ട് പോയി കിട്ടി. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും മെസ്സിനെ മെയിൻ സ്ക്വാഡിൽ കിട്ടി നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. കൊള്ളാം, ഇച്ചിരി പവർ ഉണ്ട് സ്ക്വാഡ് ഇപ്പൊ കാണാൻ. 105 മെസ്സി, ഫുൾ മുകളിൽ മൊത്തം അങ്ങോട്ട് 100ആയി. അടിപൊളി, അത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ കളി കൊണാമി പറയണ പോലെയെന്ന് മാത്രം. അവര് പറയുമ്പോ ജയിക്കണം, അവര് പറയുമ്പോ തോക്കണം. അതാണ് കാടിന്റെ നിയമം അത്രേ. ഓരോ വട്ടം തോക്കുമ്പോഴും അതാണ് പറയണവര്. അവര് പറയുമ്പോ ജയിക്കണം, അവര് പറയുമ്പോ തോക്കണം. സങ്കടമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ, മാനേജ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ വീഡിയോ അത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇതൊന്ന്, എനിക്ക് തോന്നുന്നു അങ്ങനെ PC-യിൽ ഈ പാക്ക് മേടിക്കണ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല ആരും. അപ്പോൾ നമ്മളെന്തായാലും PC-യിലാണ് കൂടുതലും ഗെയിം പ്ലേസ് കാര്യങ്ങൾ ഇടണേ. ഇനി കണ്ടിന്യൂസ്ലി നമ്മൾ ഗെയിം പ്ലേസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വരും. ഈ ഫുട്ബോൾ മാത്രമല്ല, പല പല ഗെയിംസ് കേട്ടോ. ഞാനങ്ങനെ ഈ ഫുട്ബോൾ മാത്രം കളിക്കുന്ന ഒരാളല്ല. എനിക്ക് കുറേ ഗെയിംസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കളിക്കും. സ്റ്റോറി ഗെയിംസ് ആയാലും അതേപോലെ കോമ്പറ്റേറ്റീവ് ഗെയിംസ് ആണെങ്കിലും ഒക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി ത്രൂ ഔട്ട് എല്ലാ വീഡിയോസും യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മെയിൻ ആണല്ലോ. പിന്നെ ഈ ഫുട്ബോൾ PC കളിക്കണവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നു, ചിലപ്പോൾ അസൂയ തോന്നുമായിരിക്കും. കാരണം 1500 കോയിൻ കൊടുത്ത് മെസ്സിയുടെ ഒരു പാക്ക് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ വല്ലവരും ഈ ഫുട്ബോൾ PC ഫ്രണ്ട്ലി കളിക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് മെസ്സേജ് അയക്കാം, നമുക്ക് ഫ്രണ്ട്ലി മാച്ച് കളിക്കാം. കാരണം എൻ്റെ ഇതിലാരും അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടില്ല, കുറവാണ്, വളരെ കുറവാണ്, 1-2 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.